സാധാരണക്കാർക്ക് ആശ്വാസമായ ഭാരത് അരി വിതരണത്തെ എതിർത്ത LDF അരി വിതരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന ഭക്ഷ്യമന്ത്രി GR അനിൽ. സപ്ലൈകോയിലടക്കം വിപണിയിൽ അരിവില കുതിച്ചുയരുമ്പോഴാണ് മന്ത്രിയുടെ വിചിത്രവാദം പുറത്തുവരുന്നത്. രാജ്യത്തെ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസമാകുന്ന പദ്ധതിക്കെതിരെയാണ് വിമർശനവുമായി LDF രംഗത്ത് വന്നത്. കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന ഭാരത് അരി വിതരണത്തിനായി കേരളത്തിൽ എത്തിച്ചത് രാഷ്ട്രീയ ലക്ഷ്യമോക്കിയെന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ ആരോപിക്കുന്നത്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഭക്ഷ്യ വിതരണത്തിൽ സംസ്ഥാനങ്ങൾ ആവശ്യമായ സപ്പോർട്ട് കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് വെറും രാഷ്ട്രീയ കളിക്ക് തൃശ്ശൂരിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനാ കേരളത്തിൽ ഈ തിരക്ക് കൂട്ടിയത്? പൊതുവിതരണ ശൃംഖലയിലൂടെ മാത്രം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ടല്ലോ, ഒരു വകുപ്പുണ്ടല്ലോ, കേന്ദ്രത്തിലും അതേ ഭക്ഷ്യവകുപ്പുണ്ട്, ഗവൺമെൻറ്റുമുണ്ട്. എന്താ ചെയ്യേണ്ടത്? ആ ഗവൺമെൻറ് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിലൂടെയാണ് പദ്ധതികൾ നടപ്പാക്കേണ്ടത്. എന്നാൽ കേരളത്തിൽ ഒരു വിതരണ ശൃംഖലയും ഇല്ലാത്ത മാർക്കറ്റിലേക്ക്, റോഡിലേക്ക് പൊതു കച്ചവടക്കാരൻ, സ്വകാര്യ കച്ചവടക്കാരൻ ചെയ്യുന്നത് പോലെ മോഡിയുടെ പടവും വെച്ച് അരി വിതരണം ചെയ്യുന്ന രീതി കേരളത്തിനും രാജ്യത്തിനും യോജിച്ചു. കിലോയ്ക്ക് 29 രൂപ നിരക്കിലാണ് ഭാരത് അരി വിതരണം ചെയ്യുന്നത്. ഉപഭോക്താക്കൾക്ക് 5 കിലോ 10 കിലോ പാക്കറ്റുകളിലായി ലഭിക്കും. കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഭാരത് റൈസ് വിതരണത്തിനായി എത്തിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്തെ എല്ലാ കേന്ദ്രങ്ങളിലും അരി ലഭ്യമാകും. സംസ്ഥാനത്ത് 1 കിലോ അരിക്ക് 60 രൂപയ്ക്ക് മുകളിലാണ് വില. സപ്ലൈകോയിലടക്കം അവശ്യ സാധനങ്ങളില്ലാത്തതിനാൽ സർക്കാരിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സഹായമായി എത്തിച്ച ഭാരത് റൈസ് വിതരണം ചെയ്യുന്നത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് LDFും സർക്കാരും. ജനം, തിരുവനന്തപുരം.